ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ നല്ല അഭിപ്രായം കിട്ടി. ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്ത സിനിമ പെണ്ണും പൊറോട്ടും റിവ്യൂലോട്ടാണ്. ഡയറക്ടർ രാജേഷ് മാധവ്, റൈറ്റർ രവിശങ്കർ. ഈ രാജേഷ് മാധവിനെ നിങ്ങൾക്കറിയായിരിക്കും, മിന്നൽ മുരളിക്കകത്തെ മാറലഹ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം, ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ഞാൻ തിയേറ്ററിൽ എനിക്ക് കാണാൻ പറ്റാത്ത സിനിമയും കൂടിയാണ്. ഇതൊരു IFKയിൽ പ്രദർശിപ്പിച്ച് നല്ല അഭിപ്രായം കിട്ടിയതാണ്. പിന്നാണ് ഇത് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത്. ഇതേപോലത്തെ സിനിമകൾ IFKയിലൊക്കെ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ കൂടുതൽ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പ്രൊഡ്യൂസർ 3 പേര് ചേർന്നിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അരുൺ സി തമ്പി, ഷെറിൻ സന്തോഷ്, ബിനു ജോർജ് അലക്സാണ്ടർ, പിന്നെ സന്തോഷ് ടി കുരുവിള. ഈ പടം കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, കൂടുതൽ ബഡ്ജറ്റൊന്നും ആയിട്ടില്ല. പക്ഷേ മുടക്കിയ പൈസയ്ക്ക് നല്ല ഒരു ഔട്ട്പുട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് തുടക്കം തൊട്ടേ നല്ല ക്രിയേറ്റിവിറ്റി ഷോട്ടുകൾ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ടൈറ്റിൽ തന്നെ എടുത്ത് നോക്കുവാണെങ്കിൽ നല്ല ക്രിയേറ്റിവിറ്റി, അതായത് ഒരു കുറച്ച് വെപ്പൺസ് ഒരു തുണിയിൽ കെട്ടിയിട്ട് എടുത്തെറിയുക. അപ്പോൾ അവിടെ ഈ വെപ്പൺസ് എല്ലാം കൂടി പോയി അവിടെ ഇങ്ങനെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അത് നല്ല ക്രിയേറ്റിവിറ്റി. എനിക്ക് ക്രിയേറ്റിവിറ്റി ഷോട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതേപോലെയാണ് ഇതിനകത്ത് ഏറെക്കുറെ ക്രിയേറ്റിവിറ്റി ഷോട്ടുകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് ഒരു ഡോഗുണ്ട്. ആ ഡോഗിൻ്റെ ചുറ്റിപ്പറ്റിയാണ് ഒരു ലെയറിലെ സ്റ്റോറി പോയേക്കുന്നത്. പിന്നെ പറയുന്നത് ഇതിനകത്ത് ഒരു പേര് പോലെ തന്നെ പെണ്ണും പൊറോട്ടും, ഒരു പെണ്ണിനെ ചുറ്റിപ്പറ്റിയും ഇതിനകത്ത് ഒരു സ്റ്റോറി പോകുന്നുണ്ട്. അങ്ങനെ 2 ലെയറിൽ കൂടെ മാറിയും തിരിഞ്ഞുമാണ് ഇതിൻ്റെ സ്റ്റോറി പോയേക്കുന്നത്. കിടിലിനായിട്ടത് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം പുതുമുഖങ്ങളാണ്. ഇതിൻ്റെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടത്തിൻ്റെ കൂട്ട് തന്നെ ഇതൊരു ഇമാജിൻ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറി. അവിടെ ജീവിക്കുന്ന കുറച്ച് പുവർ പീപ്പിൾ, കുറച്ച് പാവം പിടിച്ച ഗ്രാമവാസികളുണ്ടല്ലോ. അപ്പോൾ അതേപോലെ കുറച്ച് ഗ്രാമത്തിൽ ജീവിക്കുന്ന, പിന്നെ കൂടുതൽ ഒന്നും അറിയാത്ത ഒതുങ്ങി ജീവിക്കുന്ന കുറച്ച് ഗ്രാമവാസികൾ. അപ്പോൾ അവരെ പറ്റിയാണ് ഈ കഥ പോയേക്കുന്നത്. അവരുടെ കാര്യം പറച്ചിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ചുരുളി കണ്ടു കാണില്ല, അതേപോലത്തേക്കുള്ള കാര്യം പറച്ചിലാണ് അവരിതിനകത്ത് കാണിക്കുന്നത്. കൂടുതലും കാര്യങ്ങൾ അവർ പച്ചയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കാണിച്ചു വെച്ചേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ഏറെക്കുറെ കേരളത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ഇതിനകത്ത് രാജേഷ് മാധവ് ഉൾപ്പെടുത്തിച്ച് വെച്ചിട്ടുണ്ട്. പച്ചയായിട്ട് രീതിയിൽ ഉൾപ്പെടുത്തിച്ച് വെച്ചിട്ടുണ്ട്. അതും ഞാൻ പറയാം. ഇതിനകത്ത് ഒരു തുടക്കം ഒരു ഡോഗിനെ കാണിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഡോഗിനെ ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ഡോഗിൻ്റെ ഇമാജിനിൽ കൂടെ നോക്കുന്ന അവർ ഒരു ടോർച്ചറിങ്, ഡോഗ് നേരിടുന്ന കുറച്ച് ടോർച്ചറിങ് കാണിക്കുന്നുണ്ട്. ആ ടോർച്ചറിങ് കാരണം ഇത് തൊടലും പൊട്ടിച്ചുകൊണ്ട് പോകുന്നു. ആ ഒരു രീതിയിൽ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. ഈ ഡോഗിന് പേ ഇളകിയിട്ടുണ്ടെന്ന് നാട്ടുകാർ. അതെന്ന് പറഞ്ഞാൽ ആരും അറിഞ്ഞിട്ടൊന്നുമില്ല, അതെല്ലാം നടക്കുന്ന സ്റ്റോറിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കേരളം, മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം നടക്കുന്ന സ്റ്റോറി. അതായത് ഓരോരുത്തർ പരദൂഷണം പറഞ്ഞ് പരത്തുന്ന ഒരു സാധനമുണ്ട്. അത് ഇതിനകത്ത് അവർ നല്ല രീതിയിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ട് അത് കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞത് വെച്ച് പടന്ന് പോകുന്ന സാധനം. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് പെണ്ണിൻ്റെ വിഷയം വരുന്ന ഒരു കാര്യമുണ്ട്. ആക്ട്രസ് എന്ന് പറഞ്ഞാൽ റൈന രാധാകൃഷ്ണനാണ്. റൈന രാധാകൃഷ്ണനും ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും തമ്മിൽ ഒരു കുമാർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറും തമ്മിൽ ഒരു വാട്സപ്പ് മെസ്സേജിൽ കൂടെ സ്പ്രെഡ് ആവുന്ന ഒരു സ്റ്റോറി വേറൊരു രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെയാണ് ഈ ഒരു സ്റ്റോറി മുറുകുന്നതും. പിന്നെ അവിടെയുള്ള ഗ്രാമത്തിലുള്ള കുറച്ച് ആൾക്കാർ തമ്മിലുള്ള കുറച്ച് പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെറ്റ് വർക്കുകളെല്ലാം കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് ഇമാജിൻ ഗ്രാമം. അപ്പോൾ അതിനകത്ത് അവർ എന്തൊക്കെ കാണിക്കാൻ പോകുന്നുണ്ടോ അതെല്ലാം കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു മാഷായിട്ട്, എന്ന് വെച്ചാൽ ആശാനായിട്ട് ഒരു പുള്ളിക്കാരനെ കാണിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരനെ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ FRK വ്ളോഗ് ഉണ്ടല്ലോ, FRK വ്ളോഗ്, യൂട്യൂബ് ചാനൽ FRK വ്ളോഗ്, പുള്ളിക്കാരൻ റിവ്യൂ ചെയ്യും. പിന്നെ നിഖിൽ എന്ന് പറയുന്ന ആ ചേട്ടനാണ് എൻ്റെ ചാനൽ. ആ ചേട്ടൻ്റെ കൂട്ട് എനിക്ക് തോന്നി അതിനകത്ത്. ആശാനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. പുള്ളിക്കാരൻ്റെ മാൻഡ്രസം മൊത്തം കാണിക്കുന്നുണ്ട്. എന്തൊരു വെറുപ്പ്, പക്ഷേ പുള്ളിക്കാരൻ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ക്യാരക്ടർ നല്ല വെറുപ്പിലായിരുന്നു. അങ്ങനെ ആയിരിക്കും ആ ക്യാരക്ടർ. പിന്നെ അതിനകത്ത് കുറച്ച് കല്യാണത്തിൻ്റെ കുറച്ച് വീടുകൾ കാണിക്കുന്നുണ്ട്. ഒരു ഞെരിങ്ങിയ ഒരു വീട്, അതിനകത്ത് ഒരു ബിരിയാണി കഴിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സീനുകൾ കാണിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് പൈസയുടെ കാര്യം, കല്യാണത്തിൻ്റെ പൈസ കൊടുക്കുമ്പം അതെല്ലാം നടക്കുന്ന കാര്യമാണ്. കേരളത്തിൽ ആയാലും മലയാളികളുള്ളടത്ത് നടക്കുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മളെല്ലാം ഒരു കല്യാണം വീട്ടിൽ പോകുകയാണെങ്കിൽ അവർ പൈസ കൊടുക്കുന്നൊരു ഇതുണ്ട്. അപ്പോൾ അത് മേടിക്കാനും കൂടിയാണ് ഇത് നടത്തുന്നത്, കല്യാണമൊക്കെ. അപ്പോൾ അങ്ങനെ കല്യാണം നടത്തിയിട്ട് ഇവരുടെ വീട്ടിലോട്ട് ഒരു ഇത് വരുമ്പം ആ കൊടുത്ത പൈസ തന്നെ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അവർ തമ്മിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്ന കുറച്ച് വഴികളുണ്ട്. ഇതിനകത്ത് അത് കറക്റ്റ് പച്ചയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് ഞാൻ പറഞ്ഞില്ലയോ, മലയാളികളുടെ സ്വഭാവം മൊത്തം പച്ചയ്ക്ക് ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി
പിന്നെ കുറച്ച് പൊറോട്ട് നാടകത്തിൻ്റെ കൂട്ട് കുറച്ച് പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. അതെല്ലാം നല്ല രസമായിട്ട് നല്ല രീതിയിൽ ക്രിയേറ്റിവിറ്റി ഷോട്ടുകൾ വേണ്ടിടത്ത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. VFX നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. 1 മണിക്കൂർ 2 മണിക്കൂറിനകത്തേ ഉള്ളൂ ഈ പടം. ആ 2 മണിക്കൂറിനകത്ത് വെച്ച് പറയാനുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് രാജേഷ് മാധവ്. പുള്ളിക്കാരന് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ നല്ല രീതിയിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു പടം കാണുന്ന റൂട്ടുണ്ടായിരുന്നു. കാര്യം പറയാൻ വിട്ടുപോയി. ഇതിനകത്തൊരു ഡോഗിൻ്റെ ടോർച്ചറിങ്ങിനെ പറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡോഗ് ചിന്തിക്കുന്നതും പിന്നെ കാര്യം പറയുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ശബ്ദം കൊടുത്തേക്കുന്നത് ടൊവിനോയും പിന്നെ ഈ ഡോഗ് തന്നെ ടോർച്ചറിങ് വീണ്ടും അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ജീവനും കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ നല്ല രീതിയിൽ ടച്ചാവും. നമുക്കൊരു എന്ന് വെച്ചാൽ ഈ പെറ്റിനെയൊക്കെ ഡോഗിനെയൊക്കെ വളർത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ലോണം ടച്ചാവും. അതേപോലെയൊക്കെ രീതിയിൽ അവർ ഇമോഷണലി കണക്റ്റ് ആക്കിയിട്ടുണ്ട്. അത് നല്ലൊരു മെസ്സേജ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പടം നിർത്തിയേക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാം കൊണ്ടും നല്ലൊരു സ്റ്റോറി ആയിരുന്നു പെണ്ണും പൊറോട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്.